ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞോൾസ് വേൾഡ്. ഇന്ന് ഒരു കഥയുടെ മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വയസ്സായ ഒരു കർഷകൻ്റെയും അദ്ദേഹത്തിൻ്റെ 4 മക്കളുടെയും കഥയാണ്. നമ്മുടെ കഥയുടെ പേരാണ് ദ വൈസ് ഓൾഡ് ഫാർമർ. ദ വൈസ് ഓൾഡ് ഫാർമർ. ബുദ്ധിമാനായ വയസ്സായ ഒരു കർഷകൻ. അദ്ദേഹത്തിന് 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ കർഷകന് 4 പേരും എല്ലാ ദിവസവും നല്ല വഴക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കർഷകന് ഭയങ്കര വിഷമമാണ്. തൻ്റെ മക്കളിങ്ങനെ അടി കൂടുന്ന കണ്ടപ്പോൾ അച്ഛനായ കർഷകന് വല്ലാത്ത സങ്കടമായി. അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്ന് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരസുഖം ബാധിച്ചു. അപ്പോൾ അദ്ദേഹം കിടപ്പിലായി. അപ്പം അങ്ങനെ കിടപ്പിലായ സമയത്ത് നമ്മുടെ കർഷകൻ എന്താക്കി, 4 മക്കളെയും വിളിച്ചു, തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പോയിട്ട് ഒരു കെട്ട് വിറക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ പോയിട്ട് ഒരു കെട്ട് വിറക് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് കർഷകൻ പറഞ്ഞു, നിങ്ങളത് ഒന്ന് ഒടിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. അപ്പോൾ മക്കൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ആ കെട്ട് ഒടിക്കാൻ പറ്റുമോ എന്ന് നോക്കി. പക്ഷേ അവർക്ക് സാധിച്ചില്ല. ഇത് കണ്ടപ്പോൾ കർഷകനായ അച്ഛൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഓരോ സ്റ്റിക്ക് വീതം ഒടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാൻ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ആ സ്റ്റിക്ക് ഓരോന്നായി വീതം പൊട്ടിച്ചു. ഇത് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ, നിങ്ങളും ഇതുപോലെ എല്ലാ കാലത്തും അൺടൈഡായിട്ടുള്ള ഒരു ബണ്ടിലായിട്ട്, കെട്ടുപൊട്ടിക്കാത്ത ഒരു ബണ്ടിലായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളെയും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ കെട്ടിൽ നിന്ന് അഴിക്കപ്പെട്ട ഒരു സ്റ്റിക്കായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അതിൻ്റെ സാരാംശം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കർഷകൻ്റെ 4 മക്കളും പരസ്പരം തമ്മിൽ അടികൂടുന്നത് നിർത്തി വളരെ സന്തോഷത്തോടു കൂടി പിന്നീടുള്ള കാലം ജീവിച്ചു. ഈ കഥയുടെ സാരാംശം എന്ന് പറയുന്നത് എപ്പോഴും യുണൈറ്റഡ് ആയിട്ടിരിക്കുക, പരസ്പരം തല്ലുകൂടാണ്ട് എല്ലാവരും ഒന്നിച്ച് ഒരുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ജീവിക്കുക. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. Please subscribe my channel.